ജസ്റ്റ് ഈ എണ്ണ വെച്ചപ്പം എൻ്റെ മുടി കൊഴിഞ്ഞ കേട്ടോ, നല്ല പശയായിട്ട് തോന്നുന്നുണ്ട്. തേനിൻ്റെ ഒക്കെ ആ ഒരു കട്ടിയോട്ടോ എണ്ണയ്ക്ക്. ഒരു ദിവസം കഴിയുമ്പോൾ നമ്മുടെ തലകൊട്ടിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ, അതൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആവണക്കെണ്ണ അഥവാ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിക്കുണ്ടാകുന്ന ഗുണങ്ങൾ, നമ്മുടെ സ്കാൽപ്പിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ തരുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ഏതൊരു ഹോം റെമഡി ഉപയോഗിച്ചാലും അതിലെന്നുണ്ടെങ്കിൽ ഏതൊരു എണ്ണ ഉണ്ടാക്കിയാലും അതിനകത്തൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ആവണക്കെണ്ണ. അതായത് ആവണക്കെണ്ണ നമ്മുടെ സ്കാൽപ്പിനെയും ഹെയറിനെയൊക്കെ ഹെൽത്തി ആക്കുന്നതിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു ആവണക്കെണ്ണയ്ക്ക് ഭയങ്കര തിക്നെസ് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ അത് തന്നെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ഓയിലിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആവണക്കെണ്ണ മാത്രം നമ്മൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പം ആവണക്കെണ്ണ അപ്ലൈ ചെയ്തിട്ട് ഒരു 24 മണിക്കൂർ നമ്മൾ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 24 മണിക്കൂർ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ മുടിക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ, നമ്മുടെ മുടിയുടെ ലെയറുകൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതുകൂടാതെ തന്നെ നമ്മളിത് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ നമ്മുടെ തലമുടിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ താരൻ കൂടുന്ന പ്രശ്നമുണ്ടോ, അതിലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പിമ്പിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ 2-3 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് ഉപകാരപ്പെടും. ജസ്റ്റ് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലും കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് തുടങ്ങിക്കോട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. നമ്മുടെ ഈ ഒരു ആവണക്കെണ്ണ നമ്മൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളിതൊരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബോട്ടിലിന് 40 രൂപ ഉള്ളൂ. ഞാൻ തൊട്ടടുത്തുള്ളൊരു പലചരക്കടയിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പലചരക്കടയിൽ നിന്നോ അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ ഒരെണ്ണം വാങ്ങിക്കാൻ കിട്ടും. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മുടിയുടെ ഒരു അവസ്ഥ ഇതാട്ടോ. തലയിലാണെങ്കിൽ താരനൊന്നുമില്ല. ഈ മുടിയിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഒത്തിരി പേര് പറയുന്നൊരു കാര്യമാണ്, നമ്മൾ മുടിയിൽ എണ്ണ തേക്കുമ്പോഴൊക്കെ ഒത്തിരി മുടി കൊഴിയുന്നുണ്ടെന്ന കാര്യം. ഇത് കണ്ടോ, ഞാനിപ്പം ജസ്റ്റ് ഈ എണ്ണ വെച്ചപ്പം എൻ്റെ മുടി കൊഴിഞ്ഞ കേട്ടോ. തന്നെ മുടി കൊഴിഞ്ഞിട്ടുണ്ട്. അപ്പം മുടി കൊഴിയുന്നതൊക്കെ നോർമലാട്ടോ. ഒരു 50 മുതൽ 100 മുടിയൊക്കെ ഒരു ദിവസം കൊഴിയുന്നത് നോർമലാണ്. അപ്പം നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒത്തിരി പേര് ടെൻഷൻ അടിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞാട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ മുടിയുടെ എല്ലാ ഭാഗത്തും എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നാളെയാണ് മുടി കഴുകുന്നത് കേട്ടോ. അപ്പോൾ 24 മണിക്കൂറത്തേക്ക് നമ്മൾ വെച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് നാളെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ മുടിയിൽ കാസ്റ്റർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇപ്പം 24 മണിക്കൂർ, അതായത് ഒരു ദിവസം നമ്മൾ കഴിഞ്ഞു. ഇന്നലെ നമ്മൾ ഈ ഒരു സമയമായപ്പോഴാണ് നമ്മൾ മുടിയിൽ ഇത് അപ്ലൈ ചെയ്തിട്ടോ. ഇന്നലെ ഇത് തേച്ച സമയം മുതൽ ഇതുവരെ മുടി അടങ്ങി ഒതുങ്ങിയിരിക്കും കേട്ടോ. ശരിക്കും നല്ല രീതിയിലുള്ള എണ്ണമയമാണ്, കയ്യിലൊക്കെ നല്ല എണ്ണമയമാണ്. ഒത്തിരി പേര് ചോദിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ എണ്ണ കുറേ നേരം മുടിയിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പം തലവേദന, ജലദോഷമൊക്കെ ഉണ്ടാവുമെന്ന്. എനിക്ക് തലവേദന ഉണ്ടായില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഒരു രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു തൊണ്ടവേദന പോലെ, ജസ്റ്റ് ഒരു തൊണ്ടയ്ക്ക് ഒരു ഇറിറ്റേഷൻ, ചൊറിച്ചിലൊക്കെ നമുക്ക് തോന്നിയത്. അത് ഈ എണ്ണ ഇറങ്ങുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ എണ്ണ ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ട് നമ്മുടെ വീഡിയോയിലൊക്കെ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ മുടി കഴുകുന്നതിന് മുമ്പ് 1 മണിക്കൂറത്തേക്ക് എണ്ണ വെച്ച് മസാജൊക്കെ ചെയ്ത് കഴുകാനാണ് പറയുന്നത്. ശരിക്കും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി. നിങ്ങൾ ഈ ഒരു രീതി നിങ്ങൾ ചെയ്യണമെന്നില്ല. ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇങ്ങനെ കാസ്റ്റർ ഓയിൽ ഒരു 24 മണിക്കൂർ വെച്ചുകൊണ്ടിരുന്ന എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി മുടിക്ക്. അപ്പോൾ കഴിയുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ശരിക്കും എങ്ങനെയാണ് മുടിയിൽ നമ്മൾ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് തിക്കായിട്ടുള്ള എണ്ണയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു എണ്ണയായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ എടുത്ത് കാണിച്ചത്. ഒരു ഏകദേശം ഒരു 10 തുള്ളിയോളം കോക്കനട്ട് ഓയിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരു 4 തുള്ളിയോളം കാസ്റ്റർ ഓയിൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി കേട്ടോ. തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നിട്ട് നമ്മളത് നോർമലായിട്ട് മുടിയിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്യുമ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എപ്പോഴും എളുപ്പം നമ്മുടെ വിരലിൻ്റെ തുമ്പത്തിങ്ങനെ ആക്കിയിട്ട് തലയൊട്ടിയുടെ ഭാഗത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തലയൊട്ടിയുടെ ഭാഗത്തും അപ്ലൈ ചെയ്യാം, മുടിയുടെ ഭാഗത്തും അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ എണ്ണ ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തന്നാൽ കേട്ടോ. അപ്പം ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ എണ്ണ അപ്ലൈ ചെയ്യുക. ശരിക്കും മുടി കഴുകുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ മുടി മസാജ് ചെയ്യാം. മസാജ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ മുടി കഴുകുക. ഈ കാസ്റ്റർ ഓയിൽ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഒത്തിരി പേര് കാസ്റ്റർ ഓയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാസ്റ്റർ ഓയിൽ നല്ല തിക്കായിട്ടുള്ള എണ്ണ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഒത്തിരി എണ്ണയുടെ ആവശ്യം വരും. അതുകൂടാതെ തന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു കാസ്റ്റർ ഓയിൽ ഭയങ്കര തിക്കാണ്, ഒരു പശ പോലെയാണ്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ മുടി പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എണ്ണ ഡയലൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പം ഇനി ഞാൻ മുടി കഴുകി കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്താണ് മുടിക്ക് ഉണ്ടാകുന്നൊരു മാറ്റം എന്ന് അറിയാൻ വേണ്ടി. എണ്ണമയം ഒത്തിരി മുടിയിലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു എണ്ണമയം പോകാൻ വേണ്ടി
ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുന്നതാണ്. ഒത്തിരി ചൂടുള്ള വെള്ളമല്ല, വളരെ ചൂട് കുറഞ്ഞ വെള്ളം, അതായത് ലുക്ക് വാട്ടർ എന്ന് പറയും, അതാണ് നമ്മൾ ഉപയോഗിക്കാൻ വന്നത്. അതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന ഷാമ്പു കാദിയുടെ റെഡ് ഒനിയൻ ഷാമ്പു കേട്ടോ. നമ്മൾ ഈ ഒരു ഷാമ്പൂവിൻ്റെ റിവ്യൂസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മൈൽഡായിട്ടുള്ള ഷാമ്പു ആണ്. അപ്പോൾ ഈ ഒരു ഷാമ്പു ഞാൻ ഇപ്പം ഈ ഒരു ബോട്ടിലൊരു 5 മാസത്തിന് മേലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് ഷാമ്പു വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 5 മാസത്തിന് മേലെയായിട്ടും തീർന്നിട്ടില്ല, ഇത്രയും കൂടി ഉണ്ടെന്ന് തോന്നി. അപ്പം ഞാൻ പറയാറുണ്ട് നിങ്ങളോട്, നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ വാരി വലിച്ച് ഉപയോഗിക്കരുത്, വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഞാനൊരു 5 തുള്ളിയോളം ഷാമ്പു മാത്രമേ ഒരു ദിവസം എടുക്കാറുള്ളൂ മുടി കഴുകുമ്പോൾ. അതും ഞാൻ ആഴ്ചയിൽ 3 തവണ ഷാമ്പു ഉപയോഗിക്കാറുള്ളൂ. ഒരു ദിവസം ഗ്യാപ്പിട്ട് മുടി കഴുകുമ്പോൾ വളരെ കുറച്ച് ഷാമ്പുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് ചിലപ്പം കുറച്ചധികം ഷാമ്പു വേണ്ടി വരും. ആ ഷാമ്പു അധികം എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലുക്ക് വാം വാട്ടർ ഉപയോഗിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മുടി കഴുകി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണാം. 2 hours later. അങ്ങനെ ഞാനിപ്പോൾ മുടി കഴുകി ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു നേരത്തെ ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഒരു എണ്ണമയൊക്കെ കഴുകി കളയാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. മുടിക്ക് ഒരു കറുപ്പ് എടുത്ത് കാണിക്കുന്നുണ്ട്, മുടിക്കുള്ള ഒരു കറുപ്പ് തന്നെ ആയിരിക്കാം, അതിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു കാസ്റ്റർ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം. ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് താരം വരുന്ന ഒരു പ്രശ്നമുള്ളതാണ്, ചില സ്കാൽപ്പിനൊക്കെ അങ്ങനെ വരുന്നതാണ്. എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. അപ്പം നാളെ എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല. അപ്പം ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാതെ താരൻ്റെ കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പം നാളെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുക എന്നുള്ളതും കൂടെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. The next day. അതോടൊപ്പം തന്നെ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നര മാറാനൊക്കെ ഈ കാസ്റ്റർ ഓയിൽ സഹായിക്കും എന്നുള്ള കാര്യം. ഞാൻ ഇതുവരെ അങ്ങനെ നരയുള്ള ഒരാൾക്ക് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. എൻ്റെ പരിചയത്തിൽ നരയുള്ളവരുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഈ കാസ്റ്റർ ഓയിൽ തന്നെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കേട്ടോ. അതുകൂടാതെ തന്നെ നിങ്ങൾ മുടി കഴുകുന്ന ദിവസങ്ങളിലും നിങ്ങൾ 1 മണിക്കൂറൊക്കെ എണ്ണ വെച്ചിട്ട് ഈ കാസ്റ്റർ ഓയിലും എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും അതും നിങ്ങളുടെ മുടിക്ക് ഗുണകരമാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാം. കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുന്നതിന് ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. ഈ ഒരു മെത്തേഡൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാം. അതുകൂടാതെ തന്നെ ഫ്ലാക്സീഡ് ജെല്ലൊന്ന് ഉപയോഗിച്ച് നോക്കണം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് വീഡിയോസിൽ വരും. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ സ്ഥിരം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റയിൽ എല്ലാ ആഴ്ചയിലും ലൈവ് പോകാറുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി. അപ്പം ഒത്തിരി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ വരിക, ഇൻസ്റ്റയിൽ ലൈവിലൊക്കെ പോകുമ്പോൾ ചോദിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. ബൈ.